ഹായ് അസ്സലാമു അലൈക്കും. ഇപ്പോൾ കോക്കോസ് വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നമ്മുടെ അവിടെ കോക്കോ ഒന്നുമില്ല കേട്ടോ. ഞാനും ഉണ്ട് ഇക്കായും മാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ. കോക്കോ ഇവിടുന്ന് ഇപ്പോൾ പോയിട്ടൊരു 3-4 ദിവസമായി. അപ്പം ഇത് നമ്മളുടെ ലീവിന് പോകുന്നതിന് മുന്നേ ഉള്ളൊരു വീഡിയോ ആണ് കേട്ടോ. നല്ല വെയിലാണ്, പുറത്ത് കണ്ണ് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ഇനിയുള്ള വീഡിയോസും കാര്യങ്ങളെല്ലാം നാട്ടിൽ ചെന്നിട്ട് ഇടുന്നതായിരിക്കും. കുറച്ച് ദിവസം പോകുന്നതിൻ്റെ ബിസി ആയിരുന്നു, അതുകൊണ്ട് എനിക്ക് പ്രോപ്പറായിട്ട് വീഡിയോസ് എടുക്കാനോ ലൈവ് ചെയ്യാനോ ഷോർട്സ് എടുക്കാനോ ഒന്നും പറ്റിയിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ബാലൻസായിട്ട് കുറച്ച് വീഡിയോസുകൾ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കോക്കോനെ ആക്കുന്ന വീഡിയോസുകളെല്ലാം ആഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ റൂമൊക്കെ ഒരുവിധം സെറ്റായി ഉണ്ട്. ഒരുവിധം എല്ലാം നമ്മൾ ഒതുക്കി വെച്ചിട്ടാണ് പോകുന്നത്. ഇൻഷാ അല്ലാഹ് ഇനി വരുമ്പം കാണാം. അപ്പോൾ ഇനി നാട്ടിലുള്ള വിശേഷങ്ങളും കാര്യങ്ങളും നേരത്തെ പിടിച്ച് വീഡിയോസ് എടുത്തായിരിക്കും. എല്ലാവരും വീഡിയോസ് ഉണ്ട്. എൻ്റെ ഡ്രസ്സൊക്കെ ഇഷ്ടമായോ? കൊള്ളാമോ ഡ്രസ്സൊക്കെ? നമ്മുടെ ലഗേജും കാര്യങ്ങളും എൻ്റെ ഇടയ്ക്ക് ചൂല് ലഗേജും കാര്യങ്ങളെല്ലാം സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് നാട്ടിൽ പോകുന്നതിൻ്റെ, മക്കളെ കാണുന്നതിൻ്റെ ഒക്കെ. ഇക്കാക്ക് എന്തൊക്കെ പറയല്ലേ? നാട്ടിലും പോയാൽ നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യണ്ടേ? എല്ലാരും കൂടെ കാണണം. ഇൻഷാ അല്ലാഹ് നാട്ടിൽ കാണാം. ഇനി ബാക്കി നാട്ടില്. അപ്പൊ ഇതുവരെ തന്ന സപ്പോർട്ട് ഇനി അങ്ങോട്ടും ഞങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മുടെ അറബി വീടും അറബി വീട്ടിലെ വിശേഷങ്ങളും ഒരു 2 മാസത്തേക്ക് വൈൻഡപ്പ് ചെയ്യാണ്. ഇനി മൊത്തം നമ്മളെ നാട്ടിലെ വിശേഷം, മക്കളുടെ വിശേഷവും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ചാനലായിരുന്നു ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ എന്താണ് പറയാൻ പറ്റുന്നതെന്ന് അറിയത്തില്ല. നാട്ടിൽ പോകുന്നതിൻ്റെ ഭയങ്കര ഒരു സന്തോഷത്തിലാണ് കേട്ടോ. ഇനി പല്ലിൽ ക്ലിപ്പ് കിടക്കുന്നതുകൊണ്ടാണ് വോയിസ് കറക്റ്റായിട്ട് വരുന്നില്ല കേട്ടോ. നാക്കങ്ങോട്ട് ഉടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ നല്ല നല്ല കുറേ ഓർമ്മകളുണ്ട്, ഒരുപാട് നല്ല നല്ല ഓർമ്മകളുണ്ട്. ഈ റൂം, ബാബ, മാമ എല്ലാവരെയും മിസ് ചെയ്യും കേട്ടോ. കുറച്ചാളത്തേക്ക് എല്ലാവരെയും മിസ് ചെയ്യും. അപ്പം നമ്മൾ സാധനങ്ങൾ മേടിക്കാൻ പോയതും കോക്കോയെ കൊടുക്കുന്ന വീഡിയോസൊക്കെ ഈ വീഡിയോസിൻ്റെ ബാക്കിയായിട്ട് വരും. അപ്പോൾ എയർപോർട്ട് വരെയുള്ള വീഡിയോസ് ഇതിൽ കാണും. അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോസ് ഞാൻ നാട്ടിൽ പോയിട്ടായിരിക്കും എടുത്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. നമുക്ക് പുറത്ത് നെറ്റില്ല, അതുകൊണ്ട് എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ റൂമും ഞങ്ങളുടെ പരിസരമൊക്കെ ഇനി നിങ്ങൾക്ക് മിസ് ചെയ്യും കേട്ടോ. ഞങ്ങൾക്ക് മിസ് ചെയ്യുന്നത് പോലെ നിങ്ങൾക്ക് മിസ് ചെയ്യും. നാട്ടിൽ പോകുമ്പോൾ എന്തായാലും പെട്ടി നിർത്തി സാധനം കൊണ്ടുപോകണമല്ലോ. അന്നേരം പിന്നെ നമുക്കൊരു ഷോപ്പിംഗ് നടത്താം. എല്ലാവരും ഗൾഫിൽ നിന്ന് പെട്ടികൾ കൊണ്ടുവരുമ്പോഴത്തേനും നമുക്ക് എപ്പോഴും ഒരു ആകാംക്ഷ, അതിനകത്ത് എന്തായിരിക്കും എന്ന്. ഇപ്പോഴല്ലേ എനിക്ക് ആ ഗുഡൻസ് മനസ്സിലായത്. അതിനകത്തൊക്കെ ഒന്നും ഉണ്ടാവില്ല. അതുപോലെ ആയിരുന്നു ഞങ്ങൾ. പക്ഷേ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കൊച്ചിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത്. പിന്നെ നമ്മൾ ആദ്യം നമുക്കൊരു ഡ്രസ്സ് എടുത്തതാണ് കേട്ടോ. നാട്ടിലോട്ട് പോകുമ്പോൾ ഇട്ടുകൊണ്ട് പോകാൻ ഏകദേശം ഞാനൊക്കെ ഒരേപോലത്തെ ഡ്രസ്സൊക്കെയാണ് എടുത്തത് കേട്ടോ. പിന്നെ നമുക്ക് മക്കൾക്ക് വേണ്ടിയിട്ടൊക്കെ കുറച്ച് മിഠായും കുറച്ച് കാര്യങ്ങളങ്ങനെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് വലിയ സാധനങ്ങളൊന്നും മേടിച്ചില്ല, കാരണം നമ്മുടെ റൂമിൽ ലഗേജ് കുറച്ച് തുണി അധികം കൊണ്ടുവരാനുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കൂടുതൽ സാധനങ്ങളൊന്നും അങ്ങനെ മേടിക്കാനില്ല. പിന്നെ നല്ല പൈസയാണ് കേട്ടോ, നല്ല പൈസയാവും. അങ്ങനെ പിന്നെ നമ്മൾ നാട്ടിൽ വന്നിട്ട് കുറേ ചിലവും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ. അപ്പം അങ്ങനെ കൊച്ചുങ്ങൾക്ക് വേണ്ടി കുറച്ച് മിഠായിസും അവരുടെ കുറച്ച് ആവശ്യ സാധനങ്ങളും. പിന്നെ എൻ്റെ മോൾക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ തലയിൽ ഇങ്ങനെ ഹെയർ ക്ലിപ്പുകൾ ഇങ്ങനെ പല ടൈപ്പൊക്കെ കുത്താനും എടുക്കാനും ഒക്കെ. ഞാൻ എല്ലാ പ്രാവശ്യം വരുമ്പോഴും നിങ്ങൾക്ക് കാണിച്ചു തരത്തില്ലായിരുന്നോ ഇങ്ങനെ ക്ലിപ്പായാലും കമ്മലായാലും അങ്ങനത്തെ കുറേ ആക്സസറീസൊക്കെ. അങ്ങനെ അത് കുറച്ച് ഞാൻ അധികം മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ആമിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെ കുത്തി വയ്ക്കാനും കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ നമ്മൾ ഒറ്റ ദിവസം കൊണ്ട് നമ്മുടെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ പെട്ടെന്ന് നടത്തി. കാരണം ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ ജോലി കൂടുതലായിരിക്കും എന്നുള്ള കാര്യം എനിക്കറിയായിരുന്നു കേട്ടോ. പിന്നെ അന്നേരവേ മാമ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ റൂമൊക്കെ ഡീപ്പ് ക്ലീൻ ചെയ്ത് വെക്കണം. ഏത് ദിവസമാണ് ടിക്കറ്റെന്ന് പറയാൻ പറ്റില്ല, ക്യാൻസലേഷനും കൺഫർമേഷനൊക്കെ പെട്ടെന്നാണ് നടക്കുന്നത് എന്നു. പിന്നെ നമ്മളൊന്നും കരുതിയില്ല, പെട്ടെന്ന് തന്നെ നമ്മുടെ റൂം നല്ല അടിപൊളിയായിട്ട് വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലും വലിയ സങ്കടം എന്ന് വെച്ചാൽ ഈ കൂട്ടിലിരിക്കുന്ന ആളാണ് കേട്ടോ.
ഈ നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് വലിയ കൂടെടുത്ത് പുറത്ത് വെച്ചിരുന്നു. അന്നേരം ആ കൊച്ചു കൂട്ടിനകത്തോട്ട് കൊക്കോയെ പിടിച്ചിട്ട് കേട്ടോ. വേറൊന്നും കൊണ്ടല്ല, കാരണം വലിയ കൂട് പുറത്തിറക്കി അതും ക്ലീൻ ചെയ്ത് മൊത്തത്തിൽ റൂം ക്ലീൻ ചെയ്ത് നമ്മൾ വീഡിയോ ഇട്ട് കൊടുക്കണം. പിന്നെ അതുമല്ല കോക്കോ നമ്മുടെ കൂടെ വരാൻ പറ്റില്ലല്ലോ. അപ്പം കോക്കോ സെയ്ദിൻ്റെ കൂടെ പോവാണ്, എൻ്റെ ആങ്ങളയുടെ കൂടെ പോവാണ്. അപ്പോൾ കോക്കോ ഒരു കുളിയെല്ലാം കഴിഞ്ഞു, ഫുഡൊക്കെ കഴിച്ചു, ഇങ്ങനെ കൂട്ടിനകത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ പുള്ളിക്കാരിക്ക് പേടിയാണ്, ഇങ്ങനത്തെ കൊച്ചു കൂടൊക്കെ ഭയങ്കരമായ പേടിയാണ് കേട്ടോ. പിന്നെ ഇതിൽ കുറച്ച് കുഴപ്പമില്ല. മുമ്പ് വേറൊരു കൂടുണ്ടായിരുന്നു, ഒരു നീല, അതിനകത്ത് കിടക്കാൻ ഭയങ്കര പേടിയാണ്. അപ്പോൾ അവനിക്ക് കൊടുക്കുമ്പം കുറച്ചും കൂടി സൗകര്യമുള്ളത് നമ്മൾ കൊടുക്കണ്ടേ. അവൻ്റെ റൂമിൽ, നമ്മുടെ റൂമിലിരിക്കുന്ന വലിയ കൂട് വയ്ക്കാൻ പറ്റത്തില്ല കേട്ടോ. അന്നേരം ഈ കൊച്ചു കൂട്ടിനകത്ത് കൊടുക്കാമെന്ന് വെച്ചു. അങ്ങനെ നമ്മൾ 2 ദിവസം ഇതിനകത്തിട്ടൊന്ന് പരീക്ഷിക്കണമല്ലോ, ഇവളിതിനകത്ത് കിടക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയണമല്ലോ. അങ്ങനെ ഒരു 2 ഡേയ്സ് ഈ ചെറിയ കൂട്ടിനകത്ത് കോക്കോയെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പാവം കോക്കോ ആണ്, നമുക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് കോക്കോ കേട്ടോ. നിങ്ങൾക്ക് മിസ് ചെയ്യുന്നു തോന്നുന്നു എനിക്കറിയാം. പിന്നെന്താണ്, അവനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു കേട്ടോ. അവന് കുറച്ച് ഡ്യൂട്ടി തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനിടയ്ക്കാണ് നമുക്ക് വീണ്ടും ബാഗ് വെയിറ്റ് നോക്കുന്ന കുറച്ച് പ്രശ്നം വന്നു. അപ്പോൾ എടുക്കുന്നതും മാറ്റി കുറേയൊക്കെ നമ്മൾ ഒഴിവാക്കി. അന്നേരം പിന്നെ ആവശ്യമുള്ളത് മാത്രം നമ്മൾ ബാഗ് പാക്കിങ്ങിൽ വെക്കാമെന്ന് വെച്ചിട്ട് ഓൾറെഡി പാക്ക് ചെയ്ത് വെച്ചിരുന്ന സാധനം വീണ്ടും അഴിപ്പിച്ച് വീണ്ടും മൊത്തത്തിൽ കുളമാക്കി വെക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് സാധനങ്ങളെടുത്ത് മാറ്റുകയും എടുക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് വെയിറ്റ് കറക്റ്റാക്കി വെക്കണമല്ലോ. അതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമായി. അന്നേരം 2 പേർക്കുള്ള വെയിറ്റ് കണക്കാക്കിയാണ് ഇക്ക വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കോക്ക് അങ്ങനെ നമ്മുടെ അടുത്തുനിന്ന് പോവുകയാണ്. പിന്നെ അവനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ കൊടുക്കാനുണ്ടായിരുന്നു, റൂമിലിരുന്ന കുറച്ച് വെജിറ്റബിൾസും സാധനങ്ങളൊക്കെ. അങ്ങനെ പിന്നെ അവനിക്ക് അതൊക്കെ കൊടുത്തു. പിന്നെ കോക്കോയെ നമ്മൾ ഏൽപ്പിക്കുമ്പോൾ ഭദ്രമായിട്ട് ഏൽപ്പിക്കണ്ടേ. അങ്ങനെ ഭയങ്കര സങ്കടത്തോടെയൊക്കെയാണ് കോക്കോയെ റൂമിൽ നിന്ന് കൊണ്ടുവന്നത്. പാവം കോക്കോ രാത്രി ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് പേടിച്ച്. അവൻ പറയും, ഇനി മുതൽ ഞാനാണ് നിൻ്റെ ഡാഡിയും മമ്മിയും, ഇനി ഞാൻ നിന്നെ ഒരു പാഠം പഠിപ്പിക്കുമടി കോക്കോ എന്നും പറഞ്ഞും കൊണ്ടാണ് അവൻ അതിനെ കൊണ്ട് പോയത്. പക്ഷേ കുഴപ്പമില്ല, കോക്കോ ഹാപ്പിയാണ്, അടിപൊളിയാണ്, നല്ല സുഖമായിട്ടിരിക്കുന്നു, ഇപ്പോഴും ഒരു കുഴപ്പമില്ല. അപ്പം നമുക്ക് പിറ്റേ ദിവസം നമുക്ക് ടിക്കറ്റായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ എയർപോർട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അന്ന് വന്നപ്പോൾ കണ്ട എയർപോർട്ടാണ്. ഇനി വേണം എയർപോർട്ടൊന്ന് നേരിട്ട് കാണാൻ. അപ്പം എനിക്കൊന്നും ഒട്ടും യാത്ര ചെയ്യാൻ പറ്റാത്ത ഒരാളാണ്. കാരണം ഒരു പൊടി യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ തലവേദന വരും. ഭയങ്കര തലവേദന എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര തലവേദനയാണ്. പിന്നെ സൗദി അറേബ്യ കുറച്ച് നല്ല അധികം ഒന്ന് നല്ലപോലെ കാണുന്നത് ഇപ്പോൾ തന്നെ ഇങ്ങോട്ട് വന്നപ്പോഴാണ് കേട്ടോ. തിരിച്ച് എയർപോർട്ടിൽ വരുമ്പോഴാണ് നമ്മൾ അങ്ങോട്ട് പോയ വഴിയും എല്ലാം ഒന്നും കൂടെ കാണാമല്ലോ. അങ്ങനെ നമുക്ക് നേരെ എയർപോർട്ടിൽ വന്ന് ഇവിടെ പിന്നെ ചെക്കിങ്ങും കാര്യങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ കഴിഞ്ഞു കേട്ടോ. കുറച്ചധികം നേരത്തെ വന്നു നമ്മൾ, കാരണം റോഡിൽ തിരക്കുണ്ടായിരിക്കുമെന്നും മാമ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇറങ്ങുന്നതിലും 1 മണിക്കൂർ നേരത്തെ ഇറങ്ങിക്കോളാൻ പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ നേരത്തെ തന്നെ എയർപോർട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചിട്ടു നമ്മൾ നേരെ ഫ്ലൈറ്റിലേക്ക് പോകണം. സത്യം പറയാലോ, എങ്ങോട്ട് വന്നപ്പോൾ എനിക്കാണെങ്കിൽ ഒരു ബോധവും ഇല്ലായിരുന്നു. കാരണം ഫ്ലൈറ്റിൽ ഇരുന്നപ്പോൾ ഏതാണ്ട് ടൂറിസ്റ്റ് ബസ്സിലിരുന്ന ഒരു ഫീലിംഗ് ആയിരുന്നു എനിക്ക്. പക്ഷെ തിരിച്ച് ഞാൻ അങ്ങോട്ട് പോയപ്പോൾ അത് എൻജോയ് ചെയ്താണ് ഞാൻ പോയത് കേട്ടോ. പിന്നെ സൗദിയിൽ നിന്ന് പോകുന്നതിൻ്റെ ചെറിയ സങ്കടമൊക്കെ എനിക്കുണ്ടായിരുന്നു. പക്ഷെ എന്നാലും വിൻഡോ സീറ്റ് തന്നെ കിട്ടി, അതിൽ തന്നെ പിടിച്ചിരുന്നു. നമ്മൾ സൗദിക്ക് വിട പറഞ്ഞിട്ടുണ്ട്. ഇവിടുന്ന് ഫ്ലൈറ്റ് എങ്ങനെ പൊങ്ങിയിട്ടുണ്ട്. കുറച്ചെന്തോ ഭയങ്കര സങ്കടം പോലെയൊക്കെ തോന്നി കേട്ടോ. അങ്ങനെ സൗദിയിൽ നിന്ന് നമ്മൾ വിട പറഞ്ഞു നേരെ എത്തുന്നത് ബഹ്റൈൻ എയർപോർട്ടിലാണ്. ബഹ്റൈനിൽ 1 മണിക്കൂറോളം നമുക്കവിടെ വെയിറ്റിംഗ് ഉണ്ടായിരുന്നു. അങ്ങനെ 1 മണിക്കൂറോളം വെയിറ്റ് ചെയ്തിട്ട് ആ സമയം കൊണ്ട് ഞാൻ ബഹ്റൈനിൽ എയർപോർട്ടിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി കണ്ടൊക്കെ ചെയ്തിട്ടോ. നമുക്ക് ഇവിടെ നിന്ന് എപ്പോഴും വന്ന് നോക്കാനൊന്നും പറ്റില്ലല്ലോ. ഇങ്ങനെയൊക്കെ പോവുകയും വരികയും ചെയ്യുമ്പോൾ മാത്രമല്ലേ ഇതൊക്കെ കാണാനൊക്കെ പറ്റത്തുള്ളൂ. അങ്ങനെ കുറച്ചൊന്ന് അവിടെ നിന്ന് കറങ്ങിയപ്പോഴത്തേനും നമുക്കുള്ള ഫ്ലൈറ്റിൻ്റെ സമയമായി. അങ്ങനെ ബോർഡിങ്ങൊക്കെ കഴിഞ്ഞു. നേരെ വീണ്ടും നമ്മൾ ഫ്ലൈറ്റിൽ കയറി. ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലായിരുന്നു കേട്ടോ.
അവിടുന്ന് സൗദിയിൽ നിന്ന് പൊങ്ങിയപ്പോൾ ഭയങ്കര സങ്കടമായിരുന്നെങ്കിലും ബഹ്റൈൻ എത്തിയപ്പോഴത്തേനും വേറെ എന്തോ ഒരു സന്തോഷം പോലെ തോന്നി. പിന്നെ കുറച്ച് കഴിയും കൂടെ നമ്മുടെ നാട്ടിൽ നമ്മൾ കേരളത്തിൽ ട്രിവാൻഡ്രത്ത് എത്തുമല്ലോ. അങ്ങനെ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ സ്പീഡിൽ നടന്നു. ഇതിനിടയ്ക്ക് വെച്ച് തലവേദന കൊണ്ട് സഹിക്കാൻ പറ്റണില്ലായിരുന്നു. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരുന്നു കേട്ടോ, തലവേദനയൊക്കെ മാറാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ വേണ്ടേ നേരെ ട്രിവാൻഡ്രത്താണ് എത്തിയിരിക്കുന്നത്. പക്ഷെ മക്കളുമായിട്ട് പെട്ടെന്നൊന്ന് കെട്ടിപ്പിടിക്കുന്ന വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ ഉമ്മായും ഇക്കാൻ്റെ ഫ്രണ്ടും ആങ്ങളയുടെ മോനും എൻ്റെ 2 മക്കളുമായിട്ടാണ് കേട്ടോ എന്നെ വിളിക്കാൻ വന്നത്. ഭയങ്കര ഹാപ്പി ആയിരുന്നു അവരെ കണ്ടപ്പോൾ. അപ്പോൾ ഇതുവരെയുള്ള വീഡിയോസ് എല്ലാവർക്കും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ നാളെ മുതൽ ഞങ്ങളാണ് കാണുന്നത്. അപ്പോൾ നാളെ മുതൽ നമ്മുടെ കോക്കോസ് വ്ലോഗിൽ വീണ്ടും 2 കുട്ടി കോക്കോസും കൂടെ ഉണ്ടായിരിക്കുന്നതായിരിക്കും. നമ്മുടെ മറ്റേ കോക്കോയെ നമ്മൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി കാണാം. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസ് കണ്ട് സപ്പോർട്ടാക്കണം കേട്ടോ. അപ്പം നമ്മൾ പുതിയ വീട്ടിലോട്ടൊക്കെ താമസം മാറിയിട്ടുണ്ട്. പുതിയതല്ല, റെൻ്റൽ ഹോമാണ്. അപ്പം നാളെ മുതൽ ഇനി ഈ വീട്ടിലേക്കുള്ള വീഡിയോസും കാര്യങ്ങളും ഞങ്ങളുടെ ഡെയിലി റൊട്ടീൻസ് ആയിരിക്കും വീഡിയോയിൽ ഇടുന്നത്. ഇല്ലേ വൈസി? ഇത് മുഹമ്മദ് ഫർഹാൻ എൻ്റെ മോനാണ്, ഫൈസിന്ന് വീട്ടിൽ വിളിക്കും. ഇത് ഹയാ ഷാജഹാൻ എൻ്റെ മോളാണ്, ആമീന്ന് വീട്ടിൽ വിളിക്കും. അപ്പം എല്ലാവർക്കും ഞങ്ങളെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ആമീനെ ചിരിച്ചോണ്ടിരിക്കാതെ അവർക്ക് ആദ്യമായിട്ട് ക്യാമറയുടെ മുന്നിൽ വന്നതുകൊണ്ട് ചെറിയൊരു ചമ്മലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി മുതൽ ഞങ്ങൾ പാട്ടും ഡാൻസൊക്കെ ആയിട്ട് ആമി വരുന്നതായിരിക്കും. ആമി നല്ലപോലെ ഡാൻസൊക്കെ കളിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിച്ചുകൊണ്ട് നമ്മളുടെ ഇനി കുറച്ച് നാളത്തേക്കുള്ള അറബി വീട്ടിലെ വിശേഷം മാറ്റി നമ്മുടെ സ്വന്തം വീട്ടിലെ വിശേഷമായിരിക്കും പറയുന്നത്. അപ്പോൾ താങ്ക് യു, ബൈ ബൈ.